കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനം വ്യാഴാഴ്ച നടക്കും. സമാപന വേദിയിൽ കവയിത്രി മായ വാസുദേവിന്റെ പുതിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവും 75ാമത് സ്കൂൾ വാർഷിക ആഘോഷവും വ്യാഴാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടക്കും. കവയിത്രി മായ വാസുദേവിന്റെ പുതിയ കവിതാ സമാഹാരം മുഖങ്ങൾ സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും. മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ പോളികോർപ്പോസ് മെത്രോപ്പൊലിത്ത ചടങ്ങിൽ പങ്കെടുക്കും. ബഥനി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ ഡോക്ടർ ആർദ്ര SICയുടെ അധ്യക്ഷതയിൽ ബഥനി സന്യാസിനി സമൂഹത്തിന്റെ തിരുവനന്തപുരം പ്രൊവിഷ്യൻ മദർ ഡൊമേഷൻ ശരിക്കൊരു വ്യക്തിയുടെ ജീവിതത്തെ രൂപീകരിക്കുന്നത് വിദ്യാലയമാണെന്ന് പറയും. അത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ കാര്യത്തിൽ ശരിയായതാണ്. കാരണം എന്താ പറയുക, നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരവും അംഗീകരിക്കപ്പെടുമ്പോൾ ഒരു ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക്. അതുതന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അധ്യാപകരായാലും എൻ്റെ ദീപ്തി സിസ്റ്ററായാലും ഇവിടുത്തെ ഓരോ മൺതരി പോലും, ഇവിടുത്തെ ടീച്ചേഴ്സായാലും ഇവിടുത്തെ കുഞ്ഞുങ്ങളായാലും ഇവിടുത്തെ ഓരോ സ്റ്റാഫായാലും എല്ലാവരും അത്രത്തോളം സ്നേഹവും കരുതലും ഒരു ചേർത്തുവെക്കലുമാണ് എൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴായാലും എൻ്റെ പുസ്തക പ്രകാശനം അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ബഥനി സന്യാസി സമൂഹത്തിന്റെ തിരുവനന്തപുരം പ്രൊവിഷ്യൻ മദർ ഡൊമേഷൻ SIC പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കും. സെന്റ് മേരീസ് സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ദീപ്തി SIC കവിതാ സമാഹാരങ്ങൾ ഏറ്റുവാങ്ങും. ഈ വരുന്ന വ്യാഴാഴ്ച ദിവസം ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഒരുപക്ഷെ ഈ സ്കൂളിൻ്റെ ഒരു നന്മയുമായിട്ടുള്ള യുവ കവയിത്രിയുമായ ശ്രീമതി മായ വാസുദേവിൻ്റെ മുഖങ്ങൾ എന്ന പുസ്തകം ുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. വിശിഷ്ട അതിഥികളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുളിമുറിയിലെ ബക്കറ്റിൽ വീണ 2 വയസ്സ് പ്രായമുള്ള കുട്ടി മരിച്ചു. ചെങ്ങന്നൂർ തൊട്ടിയാട് പള്ളിത്താഴത്തിൽ ടോം തോമസ്, ജിൻസി തോമസ് ദമ്പതികളുടെ മകൻ ആക്സൺ P. തോമസ് ആണ് മരിച്ചത്. ഇന്ന് 2:30യോടെയാണ് സംഭവമുണ്ടായത്. കുട്ടിയെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.